പൂളിലേക്ക് തന്നെ കൊണ്ടുവന്നതാ. അതായത് 100% വെള്ളം നിൽക്കാത്ത ഒരു സംഭവം. ഇതിൽ വെള്ളം നിർത്തി തരാന്നാണ് മൂപ്പര് പറയുന്നത്. അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സമയത്ത് നമുക്ക് ഇതിൽ ക്രാക്കുകൾ ഉണ്ടെങ്കിൽ ക്രാക്ക് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ക്രാക്കുകൾ സ്പെഷ്യലി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചുമരിലും ഇതുപോലുള്ള ബബിൾസ്, പുറം ചുമരിൽ ഇതുപോലെ ഉള്ള കംപ്ലൈന്റുകൾ ഇത്ര സ്ട്രെച്ച് ആവും. ഈ രൂപത്തിൽ സ്ട്രെച്ച് ആവും. അത് എത്ര ക്രാക്ക് വന്നാലും ആ ക്രാക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. 10 വർഷം വാറണ്ടി കൊടുത്തിട്ടാണ് കസ്റ്റമേഴ്സിന്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിലും നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല വീടുകളിലും കാലാവസ്ഥ മാറി മറയുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് ചെറിയ വിള്ളലുകളും ലീക്കേജുകളും അതുപോലെ ഈർപ്പം വരിക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ. ഇത് പല സ്ഥലത്തുണ്ടാവാം. റൂഫിലാവാം, സീലിങ്ങിലാവാം, അതുമല്ലെങ്കിൽ വാളുകളിലാവാം, അതുപോലെ ഭൂമിക്കടിയിൽ നിന്ന് ഫ്ലോറുകളിലുമാവാം. ഇതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ തേടിയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു വീട്ടിൽ വന്നിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ എന്തെല്ലാം, അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ tirur അടുത്താണ്. ഇവിടെയുള്ള ഈ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിത് അകത്ത് എത്തിയിരിക്കുകയാണ്. നേരെ കംപ്ലൈൻ്റ് ഉള്ള ഈ ഒരു ചുമര് ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്ങിൽ മാത്രമല്ല, ഇതാ വാളും ആകെ ഡാമേജായി, സിമെൻ്റൊക്കെ ഇതാ ബബിൾസ് പോലെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ പല വീടുകളിലും കണ്ടുവരുന്ന പ്രശ്നം. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷനാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ ഒരു സൈഡ് ഒന്ന് നോക്കി, എത്രത്തോളം ബബിൾസ് വന്ന് സിമെൻറ്റ് വരെ പൊളിയുന്ന അവസ്ഥ. അതുപോലെ മിക്ക ചുമരിലും ഇതുപോലുള്ള ബബിൾസ്, പുറം ചുമരിൽ ഇതുപോലെ ഉള്ള കംപ്ലൈൻറ്റുകൾ, സിമെൻറ്റ് പൊളിഞ്ഞ് അതേപോലെ ക്രാക്ക് വരെ വരുന്ന ഒരവസ്ഥ, സീലിംഗിൽ നിന്ന് വെള്ളം ലീക്കാവുന്ന അവസ്ഥ. ഇതൊക്കെയാണ് ഇവിടെയുള്ള പ്രശ്നങ്ങൾ. വീടുകളിൽ ഉണ്ടാകുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം തേടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം നൽകാൻ പറ്റിയ ആപ്റ്റായിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. പ്രജീഷ് ഭായ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്തൊക്കെയാണ് ഈ വീടുകളിലെ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം? നമുക്കിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ വാട്ടർ പ്രൂഫിംഗ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇത് ശരിക്കും ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 40 വർഷത്തോളം പഴക്കമുണ്ട് ഈ വീടിന്. ഈ 40 വർഷം പഴക്കമുള്ള വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആളുകളുടെ ഒരു ധാരണ ഇതിനി ഒരു 10-20 വർഷം കൂടി കഴിഞ്ഞാൽ പൊളിച്ച് കളയണം എന്നാണ്. പക്ഷെ ശരിക്കും ഇത് ലീക്കേജ് ഉള്ള ഒരു കാരണം കൊണ്ട് ഒരിക്കലും ഇത് വീട് പൊളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കറക്റ്റായിട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വീണ്ടും നമുക്ക് ഈ വീടിന് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കറക്റ്റായിട്ട് ചെയ്യണം, കറക്റ്റായിട്ട് എക്സാക്ട് ആയിട്ട് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിന്റെ ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ കമ്പനി ഒരുപാട് വർഷമായിട്ട് ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ടീം തന്നെയാണ്? എക്സ്പീരിയൻസ് ഉള്ള ടീമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് വാറണ്ടി കൊടുത്തിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്യുന്നത്. കസ്റ്റമേഴ്സിന് വാറണ്ടി ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 10 years വാറണ്ടിയാണ് നമ്മൾ. 10 വർഷം വാറണ്ടി കൊടുത്തിട്ടാണ് കസ്റ്റമേഴ്സിന്. അതായത് എവിടെയെങ്കിലും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് സർവീസ് ചെയ്ത് കൊടുക്കും. മാനുഫാക്ചറർ ആണ് വാറണ്ടി കൊടുക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വാട്ടർ പ്രൂഫിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, ഇത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാൻ വല്ല ഓപ്ഷനുണ്ട്? നമുക്ക് ജസ്റ്റ് ഞാൻ ഒരു ഡെമോ കാണിച്ചു തരാം. ഇത് എങ്ങനെയാണ് നമുക്ക് ഈ വാട്ടർ പ്രൂഫിങ്ങിന് നമുക്കൊരു എൻഡ് റിസൾട്ട് എങ്ങനെയാണ് വരുന്നത്, ഇത് എത്ര ലാസ്റ്റ് ചെയ്യും, ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെ, സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് ഒരു ഡെമോ കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്റ്റെപ്പിലേക്ക് എടുക്കാം. ശരിക്കും നമുക്ക് ഈ ഒരു പാത്രത്തിൽ ഒരിക്കലും നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതെ, സാധാരണ കൊട്ടയാണ് അല്ലേ? ഓക്കെ, നമ്മൾ ഇതിനെ പൂളിലേക്ക് തന്നെ കൊണ്ടുവന്നതാ. അതായത് 100% വെള്ളം നിൽക്കാത്ത ഒരു സംഭവം. ഇതിൽ വെള്ളം നിർത്തി തരാന്നാണ് മൂപ്പര് പറയുന്നത്. അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അല്ലേ ഈ കൊട്ട? ഇത് നമ്മൾ നേരത്തെ മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ടുള്ള കൊട്ടയാണ്. ഇത് കംപ്ലീറ്റ് പ്രോസസ്സും ഫൈനലായി. ഇനി നമുക്ക് ഇതിന്റെ ടെസ്റ്റ് ചെയ്യാണ് വെള്ളം നിറച്ചിട്ടുള്ളത്. ജസ്റ്റ് നോക്കാം. നോക്കുന്നതിന് മുമ്പ് ഇത് 100% വിജയിക്കുന്ന ഉറപ്പുണ്ടോ? നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് നോക്കാം, വെള്ളം താഴെ വരുന്നുണ്ടോ. ചെക്കിന് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആട്ടത്. ശരി, ഓക്കെ. കുറച്ച് വെള്ളം ഒഴിക്കും. ഇതിൽ അത്യാവശ്യം ഏരിയ കവർ ചെയ്യാം നമുക്ക്. അതിനകത്ത് വെള്ളം നമ്മളിപ്പോഴത്തെ പൂളിൽ നിന്ന് എടുത്തതാണ്, അതുകൊണ്ട് കളറ്, അല്ലാതെ വേറെ ഒന്നും അല്ല കേട്ടോ. ഓക്കെ, അത്യാവശ്യം വെള്ളം ഇതിൽ കൊള്ളുന്നുമുണ്ട്. ലീക്കാവുന്നില്ല അല്ലേ? ഒന്ന് പൊന്തിച്ച് കാണിച്ചു കൊടുക്കണോ? വെയിറ്റ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. വേണമെങ്കിൽ ഒന്ന് അടിയിൽ ക്യാമറയിലൊന്ന് കാണിച്ചേ. ഓ, വെള്ളം ലീക്കൊന്നും ഇല്ല അല്ലേ? ഇവിടെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി കൊട്ടൻ്റെ ബാക്കിൽ ലീക്ക് തെരഞ്ഞ് പോകണ്ട.
നമുക്ക് നിലത്ത് തന്നെ കാണാൻ പറ്റും. കൊട്ട പൊക്കാനേ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാട്ടോ, അല്ലാതെ ഒന്നല്ല. കൊട്ട ഇവിടെ നിൽക്കട്ടെ. ഇത് എത്ര ടൈം നിൽക്കും? ഇങ്ങനെ സ്റ്റോർ ചെയ്യാം വെള്ളം? നമുക്ക് എത്ര വേണമെങ്കിലും വെള്ളം നിർത്താൻ പറ്റും. നമ്മുടെ നാളുകളെ വീട് ഇതുപോലെ അധികം സ്ലോപ്പാണ്. അപ്പോൾ പല ആൾക്കാരും ധാരണ ഇതുപോലുള്ള സ്ലോപ്പിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇത് ശരിക്കും നമുക്ക് വീടുകൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഡിസൈൻ പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. വീടുകൾ ഡിസൈൻ പാറ്റേൺ ഡിഫറെൻറ്റ് പാറ്റേണിലാണ് വരുന്നത്. സ്ലോപ്പ് റൂഫ് ആണെങ്കിലും ഫ്ലാറ്റ് റൂഫ് ആണെങ്കിലും അതുപോലെ തന്നെ കണ്ടംപററി സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ സർഫസ്. നമ്മുടെ ആ സർഫസ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. ആ സർഫസിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് മെത്തേഡ് ഓഫ് അപ്ലിക്കേഷൻ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ ആവുള്ളൂ. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും 40ഓളം വർഷം പഴക്കമുള്ള വീട്. ഇതിൻ്റെ സർഫസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെക്ടിക് ടാസ്ക് ആണ്. ഇതിൻ്റെ സർഫസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ മുകളിലുള്ള കംപ്ലീറ്റ് ഡസ്റ്റ് പാർട്ടിക്കിൾ, ലൂസ് പാർട്ടിക്കിൾ, അതുപോലെ തന്നെ പായൽ, ഫംഗസ്, അതെല്ലാം ക്ലീൻ ചെയ്യാം. അതെല്ലാം ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ ക്രാക്കുകൾ ഉണ്ടെങ്കിൽ ക്രാക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ക്രാക്കുകൾ സ്പെഷ്യലി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സർഫസ് ആണ്. ഈ സർഫസിൽ നമ്മൾ ക്രാക്ക് ഫില്ല് ചെയ്തിട്ടുള്ളത് ആദ്യം ഫേം ബോണ്ട് എന്ന് പറഞ്ഞ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രാക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ക്രാക്ക് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ജിയോ ടെക്സ്റ്റൈൽ ഈ ഫേം ബോണ്ടിൽ മിക്സ് ചെയ്തിട്ടാണ് ജിയോ ടെക്സ്റ്റൈൽ ലേ ചെയ്തിട്ടുള്ളത്. ഈ ജിയോ ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു പ്രൈമറി സ്റ്റെപ്പ് മാത്രം, ആ ക്രാക്കിനെ പ്രിവെന്റ് ചെയ്യാനുള്ള പ്രൈമറി സ്റ്റെപ്പ് മാത്രമാണ്. ആ ജിയോ ടെക്സ്റ്റൈൽ അപ്ലൈ ചെയ്തതിന് ശേഷം അതിന്റെ മുകളിൽ 2 കോട്ട് പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് മാത്രമാണ്. ഇനി അടുത്തതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് 45 GSM ഫൈബർ ഗ്ലാസ് മെഷാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഫൈബർ ഗ്ലാസ് മെഷ് വിരിക്കുന്നതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ശരിക്കും റീഇൻഫോഴ്സ്മെൻറ്റ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ കോൺക്രീറ്റ് സ്ലാബ് വാർക്കുന്ന സമയത്ത് നമ്മൾ കമ്പി വെക്കുന്നുണ്ട്, അയൺ ബാർ ഫിക്സ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും നമ്മുടെ ആ സ്ട്രക്ചറിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഫൈബർ ഗ്ലാസ് മെഷ് വിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ വാട്ടർ പ്രൂഫിംഗ് ലെയർ സർഫസിൻ്റെ മുകളിൽ കറക്റ്റ് ബോണ്ടായിട്ട് നിൽക്കും. ആ ഒരു ലെയറിന് സ്ട്രെങ്ത് കിട്ടുന്നതിനാണ് ഫൈബർ ഗ്ലാസ് മെഷ് വിരിക്കുന്നത്. ഈ മെഷ് അപ്ലൈ ചെയ്തതിന് ശേഷം 2 കോട്ട് ബേസ്ഡം അപ്ലൈ ചെയ്യണം. ബേസ്ഡം അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു സിമെൻറ്റീഷ്യസ് മെറ്റീരിയലാണ്. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷമാണ് സെക്കൻഡ് കോട്ട് ബേസ്ഡം അപ്ലൈ ചെയ്യേണ്ടത്. അത് മെഷിൻ്റെ മുകളിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അടുത്തത് നമുക്ക് വരുന്നത് ഇതിൻ്റെ പോളിയൂറിത്തീൻ മെറ്റീരിയൽ അപ്ലിക്കേഷനാണ്. പോളിയൂറിത്തീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് വിത്തൗട്ട് ഡയലൂഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും അതിലേക്ക് വെള്ളമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും മിക്സ് ചെയ്യാൻ പാടില്ല. വിത്തൗട്ട് ഡയലൂഷൻ അപ്ലൈ ചെയ്യണം. ആ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ, മിനിമം ടെമ്പറേച്ചർ വേണം സർഫസിൽ. ഒരു 30 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സർഫസിൽ കറക്റ്റായിട്ട് ബോണ്ടായിട്ട് നിൽക്കുള്ളൂ പോളിയൂറിത്തീൻ മെറ്റീരിയൽ. അപ്പോൾ എല്ലാ സ്ഥലത്തും ബ്രഷ് വെച്ച് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യുന്ന രൂപത്തിൽ ഫസ്റ്റ് കോട്ട് പോളിയൂറിത്തീൻ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് കോട്ട് പോളിയൂറിത്തീൻ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായി ഉണങ്ങണം സർഫസ്. നല്ല രൂപത്തിൽ ഉണങ്ങിയതിന് ശേഷമാണ് സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മാക്സിമം നിങ്ങൾ പ്രൊഫഷണൽ ടീമിനെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം ഏത് മെറ്റീരിയൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മെത്തേഡ് ഓഫ് അപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് വരുന്നത്. ഈ ഫൈനൽ സ്റ്റെപ്പിൽ പോളിയൂറിത്തീൻ്റെ ഫൈനൽ കോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഫൈനൽ കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് ഉണങ്ങി അതേപോലെ തന്നെ സെക്കൻഡ് കോട്ട് നന്നായിട്ട് ഉണങ്ങണം. നന്നായി ഡ്രൈ ആയതിനു ശേഷമാണ് ഫൈനൽ കോട്ടും അപ്ലൈ ചെയ്യേണ്ടത്. ഫൈനൽ കോട്ട് എല്ലാ സ്ഥലങ്ങളും നമുക്ക് പോളിയൂറിത്തീൻ ഫസ്റ്റും സെക്കൻഡും അപ്ലൈ ചെയ്ത കംപ്ലീറ്റ് സ്പോട്ടിലും ഫൈനൽ കോട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സർഫസ് നമുക്കൊരു കംപ്ലീറ്റ്ലി ഒരു വാട്ടർ പ്രൂഫിംഗ് സർഫസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഇത് വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു 2 to 3 വീക്സ് അതിൻ്റെ മുകളിലേക്ക് നടക്കാനോ അങ്ങനെയുള്ള ആക്ടിവിറ്റികൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. കാരണം സർഫസ് നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ലെയർ അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതിന് സെറ്റ് ആവാനുള്ള ടൈമും കൂടെ നമ്മൾ അതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ സ്റ്റേജ്. അപ്പോൾ ഈ ഒരു സ്റ്റേജുകളൊക്കെ കഴിഞ്ഞാൽ വീട് സേഫായി അല്ലേ, ഇതുപോലുള്ള പ്രശ്നങ്ങളില്ല. അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാണിച്ചു, അതൊക്കെ ഇതോടെ തീർന്നു. ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ വീടിൻ്റെ കംപ്ലീറ്റ് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ മുകളിൽ ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാലൊന്നും ഒരു തുള്ളി വെള്ളം പോലും ഇതിൻ്റെ ഉള്ളിലേക്ക് വരില്ല. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ വീട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീടുകൾക്ക് വേണ്ട ഒരു സൊല്യൂഷൻ. ഇതാണ് ഇതിനകത്ത് ഈ ലെയർ ആണ് നമ്മുടെ സർഫസിന്റെ മുകളിൽ വരുന്നത്. ശരിക്കും ഇത് ലിക്വിഡ് ആണ്, ലിക്വിഡ് മെംബ്രെയിൻ സിസ്റ്റം ആണ്. ഈ ലിക്വിഡ് നമുക്ക് സർഫസിന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെയർ ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ ഒരു എലോങ്ങേഷൻ കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു എലോങ്ങേഷൻ കണ്ടോ, ഇവിടുന്ന് ജസ്റ്റ് രണ്ട് സൈഡിലൊന്ന് പിടിച്ച് ഇത്ര സ്ട്രെച്ച് ആവും. ഈ രൂപത്തിൽ സ്ട്രെച്ച് ആവും. അത് നമുക്ക് ഒരിക്കലും ടെറസ് ഇതേപോലെ നമുക്ക് ക്രാക്ക് വരില്ല. നമുക്ക് എത്ര ക്രാക്ക് വന്നാലും ആ ക്രാക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഇത്. അതായത് നമ്മൾ സ്ട്രെച്ച് ആയത് തിരിച്ച് അതേപോലെ അത് ഇലാസ്റ്റോമെറിക് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽ ആണ് അത്. അപ്പൊ ഈ ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ കോട്ടിംഗ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം അല്ലേ? നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
അതിനപ്പുറം നിങ്ങളെ സർവീസ് എവിടേക്ക് നമുക്ക് ത്രൂ ഔട്ട് കേരള നമുക്ക് സർവീസ് ഉണ്ട്. എല്ലാ ഭാഗത്തും നമുക്ക് സർവീസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഇതിന്റെ റേറ്റ് അല്ലെങ്കിൽ ഇത് എത്രത്തോളം കോസ്റ്റ് ഇതിന് വരും എന്നറിയാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ എല്ലാ ആളുകൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ആണോ? ഇത് പ്രൈസിംഗിലേക്ക് വരുമ്പോൾ പ്രൈസിംഗിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യം ഇതിന്റെ വാറണ്ടി. നമുക്ക് 2 years മുതൽ 10 years വരെ വാറണ്ടി ഉള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൈസ് റേഞ്ച് വരുന്നത് നമുക്ക് 45 rupees മുതൽ 80 rupees വരെ, 45 മുതൽ 80 രൂപ വരെയുള്ള മെറ്റീരിയൽ നമുക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് 68 രൂപ, ഒരു സ്ക്വയർ ഫീറ്റിന് 68 രൂപയുള്ള മെറ്റീരിയലാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. താങ്ക് യു. താങ്ക് യു. അപ്പോൾ ഈ രീതിയിലാണ് വീടുകളെ സുരക്ഷിതമായിട്ട് നമ്മളെ മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്തിനാണെങ്കിലും ഒക്കെ വീടിനെ സേഫ് ആക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഒരു മെത്തേഡാണ് വാട്ടർ പ്രൂഫിംഗ്